നമ്മൾ എപ്പോഴും സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലാകട്ടെ അല്ലെങ്കിൽ കോളേജിലെ കലോത്സവങ്ങളാകട്ടെ അവിടെയൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളെക്കാൾ ഒരുപക്ഷെ അവരുടെ അച്ഛനമ്മമാരെക്കാൾ ഒക്കെ ടെൻഷൻ അടിച്ച് ഓടി നടക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരാണ്. കാരണം ഓരോരുത്തരെയും അടുത്തടുത്ത സ്റ്റേജുകളിലേക്ക് പരിപാടിക്ക് എത്തിക്കാനൊക്കെയുള്ള അവരുടെ ഒരു ടെൻഷൻ നമ്മൾ കാണാണ്. ആ അധ്യാപകരൊക്കെ അവർ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ടെൻഷനുമായി എത്തിയിരിക്കുന്നു. അധ്യാപകർക്ക് വേണ്ടി ഒരു മനോഹരമായ കലോത്സവം തൃശ്ശൂരിൽ നടന്നു. അങ്ങനെ വളരെ വെറും വാശിയും നിറഞ്ഞ മത്സരങ്ങളായിരുന്നു, പോരാട്ടങ്ങളായിരുന്നു. ഗാനരചയിതാവ് വി കെ ഹരിനാരായണനാണ് ഈ വലിയ കലാസന്ധ്യ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തത്. ലിഷോയ് നമുക്കൊപ്പമുണ്ട്. ലിഷോയ്, അധ്യാപകർക്കും എനിക്ക് തോന്നുന്നു ഒരു പുതിയ അനുഭവമായിരിക്കില്ല. അവരുടെ ഒരു പഴയ കാലത്തെ അവർ തിരിച്ചു പിടിക്കുന്നു. ഒപ്പം കുട്ടികളുടെ ഒപ്പം ടെൻഷൻ അടിച്ച് നടക്കുന്നവർ വേദിയിലേക്ക് കയറാൻ ഒരു ടെൻഷനൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമല്ലേ? തീർച്ചയായും. അതായത് ഇതൊരു ചെറിയ കലോത്സവമല്ല. അതായത് 1400-ലധികം ഈ അധ്യാപകരാണ് ഈ കലോത്സവത്തിൽ പങ്കെടുത്തത്. ഏകദേശം 12ഓളം വേദികളിലായാണ് ഈ മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചത്. അതായത് നമ്മൾ സംസ്ഥാന കലോത്സവം അല്ലെങ്കിൽ സാധാരണഗതിയിൽ സ്കൂൾ കലോത്സവങ്ങളൊക്കെ നടക്കാറുള്ള പോലെ എല്ലാ മത്സരങ്ങളും വിവിധ വേദികളിലായി നടന്നു എന്നുള്ളതാണ്. ഈ ബദാനിയ സ്കൂൾ വെച്ചാണ് ഈ കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. CBSE സ്കൂളുകളുടെ സഹോദയ സ്കൂളുകളുടെ ഒരു എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരാണ് നിലവിൽ ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. എന്തായാലും വളരെ വീറും വാശിയും നിറഞ്ഞ മത്സരങ്ങൾ തന്നെയായിരുന്നു. മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും ഭരതനാട്യവും ഉൾപ്പെടെ ഉള്ള സ്റ്റേജ് ഇനങ്ങളും അതിനു പുറമെ ഈ രചനാ മത്സരങ്ങളും കൂടാതെ പെയിൻറ്റിങ് ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണഗതിയിൽ നമ്മൾ കലോത്സവത്തിനൊക്കെ ടെൻഷൻ അടിച്ച് നടക്കുന്ന അധ്യാപകരെയാണ് കാണുന്നത്. ഇപ്പോൾ സ്റ്റേജിൽ കയറുന്നതിന് എത്രത്തോളം ടെൻഷൻ ഉണ്ട് എന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം പലരും അറിഞ്ഞു തുടങ്ങിയ അല്ലെങ്കിൽ അറിഞ്ഞ ഒരു കലോത്സവം കൂടിയായിരിക്കും ഇത്. എന്തായാലും വ്യത്യസ്തമായ ഒരു സംഭവം തൃശ്ശൂരിൽ ഈ അടുത്ത കാലത്തൊന്നും അത്തരത്തിലൊരു കലോത്സവം ഒന്നും തന്നെ നടന്നിട്ടില്ല. ടീച്ചർമാരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ ഒരു കലോത്സവം എന്ന് പറയുന്നത്. എന്തായാലും ഇനിയും ഒരുപാട് കലാ പ്രകടനങ്ങൾ അവിടെ നടക്കാനുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ റിസൾട്ട് വന്ന് ആര് ജയിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരിക്കുന്നത്. ശരി, എന്തായാലും പങ്കെടുത്ത അധ്യാപകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഈ തിരക്കിനിടയിലും അവർ ഈ അഭിരുചികൾ പുറത്തെടുക്കാൻ ഒരു അവസരം അവർ ഉപയോഗിക്കുന്നു എന്ന നല്ല കാര്യമാണ്. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ശരി ലിഷോയ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ച. കണ്ടോ, അധ്യാപകരും സ്റ്റേജിൽ കയറുന്നുണ്ട്. നിങ്ങൾക്കും മടി കൂടാതെ സ്റ്റേജിലൊക്കെ കയറാം. അങ്ങനെ അവസരങ്ങളുണ്ടെങ്കിൽ ഉപയോഗിക്കാം.